ടോവിനോ തോമസ്, തൃഷ, വിനയ് റായ് തുടങ്ങിയ ആക്ടേഴ്സ് എല്ലാവരും ചേർന്ന് അഭിനയിച്ച ഐഡൻറ്റിറ്റി എന്ന സിനിമയുടെ അഭിപ്രായം. സോ നിങ്ങളൊരു ത്രില്ലർ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമ കാണാം. ഫുള്ളി എൻഗേജിങ് ആയിട്ട് യാതൊരു ലാഗും കൂടാതെ പറയേണ്ട കാര്യങ്ങൾ വളരെ വൃത്തിക്ക് ക്വാളിറ്റിയോടുകൂടി എടുത്തു വെച്ച ഒരു നല്ല സിനിമ. ഐഡൻറ്റിറ്റി സിനിമയിൽ എടുത്തു പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത്തത് ഡയറക്ടർ, റൈറ്റർ അഖിൽ പോൾ, പിന്നെ അനസ് ഖാൻ, ഇവർ രണ്ടുപേരും ഉണ്ട്. നല്ലൊരു ക്വാളിറ്റി സിനിമ. നല്ലൊരു ക്വാളിറ്റി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു ക്വാളിറ്റി നന്നായി ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അടുത്തതായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്. നല്ല സിനിമാറ്റോഗ്രാഫി. എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റി, ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റി. കാണുന്ന പ്രേക്ഷകനെ നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് എഡിറ്റർ ചമ്മൻ ചാക്കോ. സിനിമയുടെ എഡിറ്റിങ്ങും വളരെ ഭംഗിയായിട്ടുണ്ട്, വളരെ നല്ല രസമുണ്ട്, വളരെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ചില ട്വിസ്റ്റുകളൊക്കെ സിനിമയിൽ കയറി വരുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ, ചില വിഷ്വൽസൊക്കെ കാണുമ്പോൾ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഐഡൻറ്റിറ്റി സിനിമയിൽ അഭിനയിച്ച ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു കേട്ടോ. ഗംഭീരം പറഞ്ഞാൽ ഗംഭീരമായിട്ട് ചെയ്തു. ഈ സിനിമയിൽ തൃഷയാണെങ്കിലും ടൊവിനോ ആണെങ്കിലും ബാക്കിയുള്ള നടന്മാരാണെങ്കിലും എല്ലാവരും നല്ല രസമായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ ടൊവിനോടെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരുതരം ക്യാരക്ടറാണ് ഇതിൽ കാണാനായിട്ട് കഴിയുക. പിന്നെ സിനിമയിൽ ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ത്രില്ലർ സിനിമയാകുമ്പോൾ എന്തായാലും ട്വിസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ ട്വിസ്റ്റ് എല്ലാം തന്നെ ഔട്ട് എന്നൊരാളിൽ നിന്നും കൊണ്ടുവരാതെ ഈ സിനിമയ്ക്കുള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് വെച്ച് തന്നെ ഇവർ ട്വിസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. സോ എനിക്കത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആവശ്യമില്ലാതെ വലിച്ചു നീട്ടലില്ലാതെ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ ക്ലോസ് ചെയ്ത രീതിയിൽ എനിക്ക് തോന്നി. ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, ഒട്ടും ലാഗടിപ്പിക്കാണ്ട് പറയേണ്ടത് എന്തോ അവർ പറഞ്ഞു തീർത്തു. അത് നമ്മൾ നമ്മൾക്കും വളരെ സന്തോഷമായി, നമ്മൾക്ക് ഫുൾ എൻഗേജിങ് ആയി. ആ രീതിയിലുള്ളൊരു സിനിമ. ഇതുപോലുള്ള ത്രില്ലർ സിനിമകൾ ഇനിയും വരണം. കാരണം അത്രയ്ക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ. ശരിക്കും ആ സിനിമയുടെ കൂടെ അങ്ങനെ ഒഴുകി നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് മൂവി. നല്ല സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. ഒരുപാട് പറഞ്ഞിട്ട്, കാരണം ഒന്നാമതൊരു ത്രില്ലർ സിനിമ ആയതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വെളിയിൽ വരും. അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. എന്തായാലും ആരെയും മടുപ്പിക്കില്ല. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥയല്ല എന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. നല്ല സിനിമയാണ്. കൂടുതലായിട്ട് വലിച്ചു നീട്ടിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും പോയി കണ്ടോളൂ. അടിപൊളി.